സാറിനെ വിളിക്കാം. ഒരുപാട് നന്ദിയുണ്ട്. നന്ദിയൊന്നും വേണ്ട. ടീച്ചർ പോയി കുട്ടികളെ പഠിപ്പിക്കും. എന്നിട്ട് ഈവനിങ്ങിൽ വിളിച്ചാൽ മതി. ഓക്കെ സർ, ഞാൻ വിളിച്ചോളാം. മോളെ പോയിട്ട് വരാം. എത്രയായി? 60. ശരി. എടാ, ഞാൻ വീട്ടിലെത്തുന്നേ ഉള്ളൂ. ഒന്ന് ഫ്രഷ് ആവട്ടെ, എന്നിട്ട് ഞാൻ തന്നെ വിളിച്ചോളാം. ആ, അതൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞില്ലേ ഞാൻ വിളിച്ചോളാന്ന്. ഇന്ന് എന്നെ വിളിക്കാം. ശരി ശരി. ഇവനിപ്പോ ഇവിടെയാണോ താമസം? ഇതെവിടെ പോയി? ആഹാ, നീ എത്തിയോ? എന്താ ഗൗതം ഇത്? പെട്ടെന്ന് അങ്ങ് പറയാണോ വേണ്ടത്? പിന്നല്ലാതെ, ഇവിടെ വന്ന എന്റെ കണ്ണു പൊത്താൻ നീ അല്ലാതെ വേറെ ആരാ ഇവിടെ ഉള്ളേ? അങ്ങനെയല്ല, അറിഞ്ഞാലും അറിയാൻ പറ്റാത്തതുപോലെ അഭിനയിക്കണം. ആരാ എന്താന്നൊക്കെ ചോദിക്കണം. എന്നാലല്ലേ ഒരു ലവ് വർക്ക്ഔട്ട് ആവും. അങ്ങനെയാണോ പരിപാടി? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ഒന്നുകൂടെ ഒന്ന് കണ്ണുപൊത്തി. അയ്യോ, ഇതാരാ? ആരാ എന്റെ കണ്ണു പൊത്തിയത്? ആരാന്ന് പറയില്ലേ? എങ്കിൽ ഞാൻ തന്നെ കണ്ടുപിടിക്കാം. ഇത് കൈയാണല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ട് പൂ പോലെ ഇരിക്കുന്നു. ഇത് 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 മനസ്സിലാവുന്നില്ലല്ലോ. ഒന്നുകൂടെ നോക്കാം. ആഹാ, നല്ല മൃദുലമായ കവിളുകൾ. ഈ കവിളില് ഞാൻ ഉമ്മ വെച്ച പാടുണ്ടല്ലോ. അപ്പൊ ഇതെന്റെ ഭാര്യ നിധിയാണ്. ഞാൻ കൃത്യമായിട്ട് കണ്ടുപിടിച്ചില്ലേ? യു ആർ എ ഗുഡ് ഹസ്ബൻഡ്. ഇനി ഇങ്ങോട്ട് മാറി നിന്നേ, കോഫിയൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം. ലവിലെ എനിക്ക് ക്ലാസ് എടുക്കാൻ വരരുത്. അതില് ഞാൻ PhD പെണ്ണേ. അതെനിക്കറിയാം സാറേ. പക്ഷേ സാറ് ഇതിൽ കൂടുതൽ പ്രണയിക്കുന്ന വേറൊരു കാര്യം എന്റെ കയ്യിലുണ്ട്. അതെന്താ? പറ, കേക്കട്ടെ, പറ. ഇനി എന്റെ ഗൗതം ലോണിന് ഷുവേർട്ടി നിൽക്കാൻ ആരുമില്ലെന്നും പറഞ്ഞ് ടെൻഷനായിട്ട് വെറുതെ ഹൃദയത്തിന്റെ മിടിപ്പ് കൂട്ടണ്ട. അതിന് ഒരാളെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. ഷുവേർട്ടി സൈൻ ചെയ്യാൻ ആളെ കിട്ടിയെന്നോ? ആരെ? വലിയ ബിസിനസ്മാൻ ഗോപാലകൃഷ്ണൻ സാറിനെ ഗൗതമിന് അറിയൂ? ഒരു ഗോപാലകൃഷ്ണൻ സാറിനെ എനിക്കറിയാം. അത് കൃഷ് ഗോപാലകൃഷ്ണൻ സാറാ. എന്തായാലും നീ കണ്ടെത്തിയ ആള് പുള്ളിയാവാൻ വഴിയില്ല. ഞാൻ പറഞ്ഞത് കൃഷ് ഗോപാലകൃഷ്ണന്റെ കാര്യം തന്നെയാ. അല്ല, പുള്ളി എനിക്ക് ഷുവേർട്ടി നിൽക്കുമെന്ന് പറഞ്ഞോ? അതെങ്ങനെ? നിനക്കെങ്ങനെ പരിചയം? അതാണ് ഈ ടീച്ചർ പണിയുടെ ഗുണമെന്ന് പറയുന്നത്. ഗോപാലകൃഷ്ണൻ സാറിന്റെ മകളെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാ. സാറിന് എന്നോടൊരു പ്രത്യേക ഇഷ്ടവുമുണ്ട്. ഇന്ന് അപ്രതീക്ഷിതമായി സാറിന്റെ മകളെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടു. അപ്പോ ഞാൻ ഈ വിഷയം പറയാതെ ഒന്ന് പറഞ്ഞു നോക്കി. പിന്നെ അല്ലേ രസം. സാറ് 100% ഉറപ്പ് തന്നു ഗൗതം ഈ കാര്യത്തില്. സത്യമാണോ നീ പറയുന്നേ? വെറും സത്യമല്ല, പരമാർത്ഥം.
ഗൗതം നാളെ തന്നെ സാറിനെ ഒന്ന് പോയി കാണണം. ഇതുവരെ സംഭവിച്ചതുപോലെയല്ല. സാർ വാക്കുമാറില്ല, എനിക്ക് ഉറപ്പുണ്ട് ഗൗതം. താങ്ക്സ് നിധി. ഇതിലും വലിയൊരു ഷോർട്ടി എനിക്ക് കിട്ടാനില്ല. താങ്ക്സ്. ഇതെന്താ താങ്ക്സിൽ ഒതുക്കിയോ? ഞാൻ ആദ്യമേ പറഞ്ഞതങ്ങ് മറന്നോ? പ്രണയമല്ലേ? ഇതും കൂടി കേട്ടതോടെ അതങ്ങനെ നിറഞ്ഞ കവിയല്ലേ. ഇപ്പൊ തന്നെ തന്നേക്കാം. ഇപ്പൊ വേണ്ട, ഞാൻ പറയും. പറയുന്ന സമയത്ത് പ്രണയം കൊണ്ട് എന്നെ മൂടണം. അത് പോരാ, എനിക്ക് ഇപ്പൊ നിന്റെ നെറ്റിയില് മുത്തം തന്നേ പറ്റൂ. ഇവനെന്തിനാ വീണ്ടും വിളിക്കുന്നത്? എടുക്കാതിരുന്ന ഇങ്ങോട്ടെങ്ങാനും വന്ന് കേറിയല്ലോ. ഹലോ. എന്തൊക്കെയുണ്ട് ശിവാനി വിശേഷങ്ങൾ? സുഖമായും സന്തോഷത്തോടെ ഇരിക്കുന്നോ? ഇടയ്ക്കിടയ്ക്ക് നിന്റെ കോൾ ഇങ്ങനെ വരുമ്പോൾ ഉള്ള സന്തോഷക്കുറവ് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. നിന്നെ ഇങ്ങനെ വിളിക്കുമ്പോഴാ എനിക്ക് കുറച്ച് ആശ്വാസമൊക്കെ കിട്ടുന്നത്. അത് നിന്റെ ശബ്ദം കേൾക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസമൊന്നുമല്ല. നിന്നെ ഒന്ന് വിളിക്കുക, കുറച്ച് പണം ആവശ്യപ്പെടുക, അത് നീ കൊണ്ട് തരിക, അപ്പ കിട്ടുന്ന ഒരു ആശ്വാസമില്ലേ, അത് ഭീകരമാണ് കൂട്ടുകാരി. എന്റെ ഇനി തരാൻ പണമൊന്നുമില്ല. വാക്ക് മാറല്ലേ ശിവാനി. എനിക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം പണം തരാനുള്ള ബാങ്ക് അല്ലേ നീ? അതെ, ഈ വീട്ടിൽ ഇനിയും താമസിക്കുന്നത് അപകടമാണ്. അതുകൊണ്ട് ഞാൻ ഈ വീട് മാറാൻ തീരുമാനിച്ചു. പുതിയ വീട് റെന്റ് എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ കാശ് എത്ര വേണമെന്നറിയോ ശിവാനി? നോക്ക് ശിവാനി, പറയുന്നതനുസരിച്ചില്ലെങ്കിൽ ഞാൻ സർവ്വ രഹസ്യവും പ്രണവിനെ അറിയിക്കും. എന്താ ശിവാനി, നീ മറുപടി ഒന്നും പറയാത്തത്? ഒരു വീഡിയോയുടെ പേരും പറഞ്ഞ് നീ എന്നെ പിഴിയാവുന്നതിന്റെ അങ്ങറ്റം പിഴിഞ്ഞു. ഇനി എന്നെ കൊണ്ട് ഒന്നും തരാൻ പറ്റില്ല, എന്റെ കയ്യിലൊന്നും ഇല്ല. അങ്ങനെ അങ്ങ് പറഞ്ഞൊഴിയല്ലേ ശിവാനി. അറിയാലോ, എന്റെ വീടിന്റെ തൊട്ടപ്പുറത്താണ് ഗൗതവും നിധിയും താമസിക്കുന്നത്.